നമ്മളെ മുന്നിൽ ഇപ്പോൾ ഉള്ളത് കെയ്റോ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു മലയാളി സ്റ്റുഡൻ്റ് ആണ്. സോ പേര് പറ, എനിക്കറിയാം, പറഞ്ഞു കൊടുക്കും. സോ എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത്? ഇവിടെ എത്തിപ്പെട്ടെന്ന് പറഞ്ഞാൽ ആക്ച്വലി വലിയൊരു സ്റ്റോറിയാണ്. ഞാൻ +2 കഴിഞ്ഞ സമയത്ത് തന്നെ ഒട്ടുമിക്ക എല്ലാ രാജ്യത്തെ പറ്റിയുള്ള റിസർച്ച് ചെയ്തിരുന്നു. ലൈക്ക് എവറി കൺട്രീസ് വാസ് ദേർ മൈ ബക്കറ്റ് ലിസ്റ്റ്. അർമേനിയ, ബൾഗേറിയ, എവറിത്തിങ്. പക്ഷെ എങ്ങനെയോ ലൈക്ക് ഐ ഫൈനലി കേം ഇൻ ടു ഈജിപ്റ്റ്. ഇപ്പൊ എന്ത് തോന്നുന്നു, കെയ്റോ യൂണിവേഴ്സിറ്റിയിൽ MBBS ഏത് ഇപ്പൊ തേർഡ് ഇയറോ സെക്കൻഡ് ഇയറോ? ലൈക്ക് ഫ്രാങ്ക്, എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ എടുത്ത വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ലൈക്ക് ബെസ്റ്റ് ഡിസിഷൻ ആണ് ഈജിപ്തിൽ സെലക്ട് ചെയ്തത്. ഇപ്പൊ ഏതാ ഇയർ ഇവിടെ? തേർഡ് ഇയർ. ക്ലിനിക്കൽ കഴിഞ്ഞു. ഞാനിപ്പോ ക്ലിനിക്കൽ. ഇവിടെ നാട്ടിൽ നിന്ന് വരുന്ന പാരന്റ്സിന് എപ്പോഴും ഉള്ള ഒരു ഡൗട്ടാണ്, ഇവിടെ പ്രാക്ടിക്കൽ സ്റ്റഡീസ് കിട്ടുന്നുണ്ടോ, നാട്ടിലത്തെ അത്ര മെഡിക്കൽ കോളേജിന്റെ അത്ര ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത്. ഇതിന് രണ്ടിനുള്ള ആൻസർ എന്താ? നാട്ടിലത്തെ മെഡിക്കൽ കോളേജിന്റെ അത്ര ക്വാളിറ്റി ഉണ്ടോ? ഓഫ് കോഴ്സ് യെസ് ഉണ്ട്. കാരണം ഇത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് പറയുന്നത് പോലെ തന്നെ ഇവിടുത്തെ ഒരു മെഡിക്കൽ കോളേജാണ്. നമ്മൾ ഹോസ്പിറ്റലിൽ വിസിറ്റ് ചെയ്ത് നമുക്ക് ഇവിടുത്തെ നമ്പർ ഓഫ് പേഷ്യൻസ് ഈസ് ലൈക്ക് വെരി ഹൈ. സോ നമുക്ക് എക്സ്പോഷർ ഓഫ് കോഴ്സ് എന്തായാലും കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, പ്രാക്ടിക്കൽസ്, അതായത് നമുക്ക് ഇവിടുത്തെ ലോക്കൽ ജനങ്ങളെ ട്രീറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടോ? ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒന്നും പറ്റില്ല, മേ ബി ലാസ്റ്റ് ഒരു 2-3 years എങ്കിലും പറ്റുന്നുണ്ടോ? നമുക്ക് ഇവിടെ പേഷ്യൻസിന് ലൈക്ക് ഫ്രം തേർഡ് ഇയർ തൊട്ട് തന്നെ പറ്റുന്നുണ്ട്. ഇവിടെ ആ ഒരു കൈൻഡ് ഓഫ് റേസിസം ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഇന്ത്യൻസിന് ആക്ച്വലി ഇവർക്ക് ഇഷ്ടമാണ്. ഇവർ ഭയങ്കര വെൽക്കമിങ് ആണ്. പിന്നെ ഞാനിപ്പോ കുറച്ച് നേരത്തെ തന്നെ നാസിൽ നന്നായിട്ട് അറബി സംസാരിക്കണത് കണ്ടു. സോ നിങ്ങൾ ഇത്രയും അറബിയിലൊരു നൈപുണ്യം നേടുന്നത് നിങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കുറച്ച് ആക്ച്വലി ഞാൻ ഈജിപ്ത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ തന്നെ മെയിൻ റീസൺ. വഅലൈക്കും അസ്സലാം. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ എല്ലാവരും ഭയങ്കര ഗ്രീറ്റിംഗ് ആണ്. ഞാൻ ഈജിപ്ത് സെലക്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്റെ ഫാമിലി ഓഫ് കോഴ്സ് GCC ആണ്. അപ്പോൾ അവിടെ പ്രയോറിറ്റി. പിന്നെ ഇവിടെ നമുക്ക് എന്തിനും അറബിക്ക് വേണം, നമുക്ക് ഇംഗ്ലീഷ് കൊണ്ട് ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി അതാണ് ഇവിടെ വരുന്ന സ്റ്റുഡൻസിന് ദ ഫസ്റ്റ് 3 or 6 months വിൽ ബി റിയലി ഹാർഡ്. കാരണം നമുക്ക് ഇവിടെ പുതിയൊരു രാജ്യം, അല്ലെങ്കിൽ ഇവിടെ ദ ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് എവരിത്തിങ് നമ്മളൊന്ന് സ്യൂട്ട് ഔട്ട് ആവാൻ ഇത്തിരി ടൈം എടുക്കും. ബട്ട് ദെൻ ഇറ്റ്സ് ഓക്കേ. പിന്നെ വേറെ കാര്യം, ഇവിടുത്തെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ കോസ്റ്റ് എങ്ങനെ വരുന്നത്? ഒരു മന്ത്ലി ഫുഡിനൊക്കെ ആവറേജ് എത്ര കോസ്റ്റ് വരുന്നുണ്ട്? ജസ്റ്റ് കുക്ക് ചെയ്യുകയാണെങ്കിലും ഒക്കെ ജസ്റ്റ് ഒരു ആവറേജ് 20-25 ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അത്ര വരുന്നത്, 20 to 25,000 ആവറേജ്. സോ 20 to 25,000 ആണ് നാസിലിന് വരുന്നത്. നാസിൽ കുറച്ച് ലക്ഷറി ആയിട്ട് നിൽക്കുന്നത്. ഒരു 3 BHK 2 പേര് ഒക്കെ ആയിട്ടാണ് നിൽക്കുന്നത്, ഒരാൾക്ക് റൂം എന്നുള്ള രീതിയിൽ. അതൊക്കെ ഷെയർ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ മേ ബി ഒരു 18,000 രൂപയുടെ ഉള്ളിലൊക്കെ നിൽക്കാവുന്ന, 18-20 ഉള്ളിൽ നിൽക്കാവുന്നേ ഉള്ളൂ. സോ ഇത്രയാണ് യൂണിവേഴ്സിറ്റിയിൽ. സോ നാസിൽ, ആൾ ദ ബെസ്റ്റ് ഫോർ ഫ്യൂച്ചർ. ഇനി ഫ്യൂച്ചറിൽ എന്താണ് പ്ലാൻ? കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ എന്തായാലും എല്ലാരും പോലെ FMG ചെയ്യണം. പിന്നെ DHO. പിന്നെ കെയ്റോ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഗ്രാജുവേറ്റ് ചെയ്തിട്ട് ഇറങ്ങി പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം എല്ലാ സ്റ്റുഡൻസും ഓർക്കുക.